എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ജൂതമതത്തെക്കുറിച്ച് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത്തവണ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂതമതത്തിൻ്റെ ജൂതവിമോചനവും സയനിസവുമാണ് നമ്മൾ പറയുന്നത്. സയനിസത്തെ കൂടാതെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ വിമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ അവരുടെ മെയിനായിട്ടുള്ള കോഷർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോകണം കേട്ടോ. 18-19 നൂറ്റാണ്ട് കാലങ്ങളിൽ ജൂതജ്ഞാനോദയത്തിൻ്റെ സ്ഥാപകനായിരുന്നു മോസസ് മെൻഡൽസൺ. മധ്യയുഗത്തിന് സമാപനം കുറിച്ച യൂറോപ്യൻ നവോത്ഥാനവും പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൻ്റെ ഫലമായിട്ട് പാശ്ചാത്യ ക്രിസ്തീയതയുടെ വിഭജനവും യഹൂദ മതത്തോടുള്ള മനോഭാവത്തിൽ കാര്യമായുള്ള മാറ്റമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നവീന സാമൂഹിക പരിഷ്കർത്താക്കളായ മാർട്ടിൻ ലൂതർ കിങ്ങും മറ്റും തീവ്രമായ യഹൂദ വിരോധം പ്രകടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. എങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകൾ മതത്തിൻ്റെ ഒരു പ്രാതിനിധ്യം അസ്തമിച്ചതോടുകൂടി മതപരമായൊരു വിവേചനം ജൂതന്മാരോട് കാണിക്കുക എന്നുള്ള കാര്യം എളുപ്പമല്ലാതായി മാറുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ ആ ഒരു ജ്ഞാനോദയവും മനുഷ്യ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത ഒരു ഫ്രഞ്ച് വിപ്ലവം കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്രിയ കൂടി ത്വരിതപ്പെടുന്നതോടുകൂടി ജൂത വിമോചനത്തെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നെപ്പോളിയൻ്റെ പടയോട്ടം കടന്നുപോയ ഇടങ്ങളിലെല്ലാം ജൂതച്ചേരികൾ, ഗെറ്റോകൾ എന്ന് പറയും. അപ്പോൾ ഈ ജൂതച്ചേരികൾ അപ്രത്യക്ഷമായി പോവുകയാണ്. ഈ ചേരികൾക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടൽ അവസാനിച്ചതോടുകൂടി യഹൂദ സമൂഹങ്ങളിലും ഈ ആധുനികതയുടെ സ്വാധീനം കടന്നു ചെല്ലുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ പ്രസിദ്ധ യഹൂദ ചിന്തകനായിരുന്നു നേരത്തെ പറഞ്ഞ മോസസ് മെൻഡൽസൺ. ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ചിന്തയും ഈ ഒരു മാറ്റത്തെ പ്രതീകവൽക്കരിച്ച് കാണിക്കുന്നുണ്ട്. യഹൂദർക്കിടയിൽ തന്നെ ഹസ്കല എന്നൊരു ജ്ഞാനോദയ മുന്നേറ്റത്തിനാണ് ഈ 18-19 നൂറ്റാണ്ടുകളുടെ പശ്ചാത്തലം ഒരുക്കുന്നത്. സയനിസ്റ്റ് പ്രസ്ഥാനം, ഇസ്രായേലിലെ സയനിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് വരുന്നത്. ആർതർ ജെയിംസ് ബാൾഫർ, ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഇത് പൂർത്തിയാവുകയില്ല. ബാൾഫറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബാൾഫർ പ്രഖ്യാപനത്തോടൊപ്പം മതപരമായ യഹൂദ വിരോധം ക്രമേണ ക്ഷയിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വംശീയ രൂപത്തിൽ അത് ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വീണ്ടും അത് തലപൊക്കുന്നുണ്ട്. അപ്പോൾ യഹൂദ വംശജരുടെ കൂട്ടക്കൊലകൾ ജർമ്മനിയിലും റഷ്യയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും നടന്നു വരുന്നുണ്ട്. ജൂത സംസ്കാരത്തിനും ദേശീയ അഭിലാഷങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിറവിക്ക് ഈ ഒരു സാഹചര്യങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഇത് വല്ലാത്തൊരു പ്രചോദനമാണ് സയനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. കാരണം ലോകമെമ്പാടും ജൂതന്മാർ കൊല്ലപ്പെടുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വേട്ടയാടപ്പെടുകയാണ്, ഗെറ്റോകളെല്ലാം തകർത്തെറിയപ്പെടുകയാണ്. അപ്പോൾ യൂറോപ്പിലെ പ്രത്യേക സാഹചര്യത്തിലും ഈ ഒരു കാര്യങ്ങൾ സയനിസത്തിന് വളമായി മാറുകയാണ്. അപ്പോൾ ജെറുസലേം എന്നർത്ഥം വരുമ്പോൾ സിയോൺ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ഈ സയനിസം എന്നൊരു വാക്ക് ഉത്ഭവിച്ചു വരുന്നത്. അപ്പോൾ വാഗ്ദത്ത ഭൂമിയായി ഇവർ അവകാശപ്പെടുന്ന പലസ്തീനിലേക്കാണ്. അപ്പോൾ ഈ പലസ്തീനിലോട്ടുള്ള യഹൂദരുടെ വൻതോതിലുള്ള കുടിയേറ്റത്തെ ഈ ഒരു പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പാലസ്തീൻ. അപ്പോൾ യഹൂദ രാഷ്ട്രം സ്ഥാപിക്കുന്ന കാര്യങ്ങളിൽ ഒരു തത്വത്തിൽ അംഗീകരിക്കുന്ന 1917 ബാൾഫർ പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഒരു പ്രചോദനമായത് തന്നെ ബ്രിട്ടനിലെ വൻകിട സാമ്പത്തിക ശക്തികൾ കൂടിയായിരുന്ന സയനിസ്റ്റുകളാണ്. മാത്രമല്ല അവർക്ക് രാഷ്ട്രീയത്തിലും വേണ്ട രീതിയിലുള്ള പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിനിടെ ജർമ്മനിയിലെ നാസി ഭരണകൂടം വ്യാപകമായൊരു ജൂത കൂട്ടക്കൊല അല്ലെങ്കിൽ ജൂതവേട്ട തന്നെ അവിടെ നടത്തുന്നുണ്ട്. യൂറോപ്പിലെ യഹൂദരുടെ അവസ്ഥയിലേക്ക് ഈ ഒരു കാര്യം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയാണ്. 1948 സ്വതന്ത്ര ഇസ്രായേൽ രാഷ്ട്രം ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്നതിനാണ് ഇത് കാരണമായത്. ലോകമൊട്ടാകെയുള്ള ജൂതന്മാരിൽ 40% പേര് ഇതിനകം തന്നെ ഇസ്രായേലിലോട്ട് പല രീതിയിലായിട്ട് ബ്രിട്ടൻ അറിഞ്ഞും അറിയാതെയും ഇല്ലാതൊക്കെ നടിച്ചുള്ള രീതിയിൽ കുടിയേറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ 40% കേട്ടോ ലോക ജനസംഖ്യയിലെ ജൂതന്മാരുടെ 40% ഏകദേശം അവിടെ കുടിയേറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കുറേ പേരൊക്കെ ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് തീർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മരണമായിരുന്നു പിന്നെ എല്ലാവരും പുറത്തറിഞ്ഞു. വളരെ കുറച്ച് പേരാണ് USSRൻ്റെ അമേരിക്കയുടെ ആർമിക്കൊക്കെ അവരെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. ഈ പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റം അറബിക് ഇസ്ലാമിക ലോകത്ത് ഒരമർഷത്തിനും പ്രതിഷേധങ്ങൾക്കും തീവ്രമായ പ്രതികരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കാരണം അന്നേ വരെ ഈ ഒരു സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉദയം വരെ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ
എവിടെയും യുദ്ധമുണ്ടായതായിട്ട് നമുക്ക് അധികം കാണാൻ പറ്റില്ല. യുദ്ധങ്ങളുണ്ടായിട്ടുണ്ടാകും, രാഷ്ട്രീയ കാരണങ്ങൾ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ടാകും, പക്ഷേ മതപരമായ കാരണങ്ങളാൽ അങ്ങനെ യുദ്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ സയനിസ്റ്റ് പ്രസ്ഥാനം ഈ കുടിയേറ്റമൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഒരുപാട് ജൂതന്മാർ അവിടെ എത്തിച്ചതോടുകൂടി ഈ അറബ് ലോകത്തിൻ്റെ ഒരു അമർഷത്തിനും പ്രതിഷേധങ്ങൾക്കൊക്കെ ഇത് കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ ഈ എബ്രായ ബൈബിളിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ച് യഹൂദർ നടത്തിയ ഈ ഒരു അവകാശവാദമുണ്ട്. ഇപ്പോൾ ബൈബിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ ബൈബിളല്ല, എബ്രായ ബൈബിളിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അപ്പോൾ ക്രിസ്തീയ ബൈബിളിലുണ്ട് ഇത്. അപ്പോൾ ഈ ബൈബിളിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഇവർ നടത്തുന്ന അവകാശവാദങ്ങളൊന്നും നോർമലായിട്ടുള്ള ആളുകൾ ഇതെന്തായാലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരത് എന്താ പറയുക, ഒരുപാട് തവണ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ജൂത കുടിയേറ്റവും ഇസ്രായേലിലെ സ്ഥാപനവും തുടർന്നുണ്ടായ യുദ്ധങ്ങളും ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് അഭയാർത്ഥികളാക്കുന്നത്. ജൂതന്മാർക്ക് എന്ത് യൂറോപ്പിൽ സംഭവിച്ചോ അതാണ് ജൂതന്മാർ ഇസ്രായേൽ സ്ഥാപിച്ചിട്ട് പലസ്തീനികളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അനന്തര ഫലങ്ങളൊന്നും ഇപ്പോഴും യാതൊരു വിധം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം വരെ പരിഹാരമാവാതെ അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് വിശ്വാസങ്ങളിലേക്ക് പോവാം. പുരാതന ശമരിയ ലിപിയിൽ തീനാളത്തിൻ്റെ രൂപത്തിൽ എഴുതിയ ക്ഷമ, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവ വിശ്വാസമാണ് ഈ യഹൂദ ധാർമ്മികതയുടെ കാതൽ. അതായത് ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് അവർ ഇതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. പ്രഭാത സായാഹ്ന പ്രാർത്ഥനകളുടെ ഭാഗമായ ക്ഷമ എന്ന വിശ്വാസ പ്രഖ്യാപനം ഇതിൻ്റെ സംഗ്രഹവും ഘോഷണവുമാണ്. ഇസ്രായേലെ കേട്ടാലും കർത്താവാണ് ദൈവം, കർത്താവ് ഏകനാണ് എന്നാണ് ആ പ്രഖ്യാപനം. 12ാം നൂറ്റാണ്ടിലെ യഹൂദ ചിന്തകൻ മൈമോനിഡസ്, എനിക്ക് ആ പേര് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ക്ഷമ ഇസ്രായേൽ എന്നുള്ളത് കഴിഞ്ഞ തവണ മുമ്പത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കോപ്പി എടുത്ത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. മുസ്ലിങ്ങൾക്കുള്ള ബാങ്ക് വിളി പോലെ അവർക്കുള്ളതാണ് കേട്ടോ ഈ ക്ഷമ ഇസ്രായേൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിയും ഒരു ദൈവമേഘനാണ് ഇതൊക്കെയാണ് പറയുന്നത്. യഹൂദ വിശ്വാസത്തെ താഴെ പറയുന്ന 13 പ്രമാണങ്ങളിലായിട്ടാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. അത് സിമ്പിളാണ്. ദൈവമുണ്ട്, ഒന്ന് അതാണ്. 2, ദൈവം കണിശമായും ഏകനാണ്. ദൈവം അരൂപിയാണ്. ദൈവം നിത്യനാണ്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവം പ്രവാചകരിലൂടെ മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കുന്നു. ഏറ്റവും വലിയ പ്രവാചകൻ മോശയാണ്. യഹൂദ നിയമം തോറയാണ്. ദൈവദത്തമാണ് തോറ മാറ്റമില്ലാതെ ദൈവം സംരക്ഷിക്കും. ദൈവം പരിപാലിക്കുന്നവനാണ്. ദൈവം സമ്മാനിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. മിശിഹ വരാനിരിക്കുന്നുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് ഈ 13 എന്താ പറയുക ജൂത നിയമങ്ങൾ. ജൂതവിശ്വാസത്തിൻ്റെ താഴെ പറയുന്ന 13 താഴെ പറഞ്ഞ 13 പ്രമാണങ്ങളിലാണ് ഈ ജൂത മതം എന്നുള്ള ഈ ഒരു സംഭവം ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ 13 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമുക്ക് തിന്നാനും കുടിക്കാനുള്ള നിയമങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഹലാലുണ്ട്, ക്രിസ്ത്യൻസിനുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഹിന്ദുക്കൾ പശുവിറച്ചി കഴിക്കാറില്ല എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ജൂതന്മാർക്ക് വ്യത്യസ്തമാണ്. ജൂതന്മാർക്കുള്ള ഈ തിന്നലും കുടിക്കലും ഈ നിയമങ്ങൾ കോഷർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കോഷറിൽ ഷഡ്പദങ്ങൾക്കുള്ള വിലക്കുണ്ട്. പക്ഷേ അത് ചില ഇനം വെട്ടുകിളികൾക്ക് ഇതൊന്നും ബാധകമല്ല. അപ്പം ഇനി കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ യഹൂദരുടെ നിഷ്ഠകളെ പറയുന്നത് കസ്രുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഉചിതം, ശരിയായത്, പെർഫെക്റ്റ്, ഇറ്റ്സ് ഓക്കെ ഉള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. അതാണ് ആ പേരിന് അർത്ഥം വരുന്നത്. നിഷ്ഠാപരമായി ശുദ്ധിയുള്ള ഭക്ഷണപാനീയങ്ങൾക്കാണ് കോഷർ എന്ന് പറഞ്ഞത്. ശുദ്ധിയുള്ള പാനീയമായിരിക്കണം. പിന്നെ എബ്രായ ബൈബിളിലെ ആദ്യ ഖണ്ഡമായ തോറയിലെ അനുശാസനങ്ങളാണ് ഈ ഒരു നിഷ്ഠകൾക്കൊക്കെ പുറകിലായിട്ട് വരുന്നത്. കസ്രുത്ത് നിഷ്ഠകളിൽ ചില വർഗം ജന്തുക്കളുടെ മാംസവും മുട്ടയും പാലും ഭക്ഷിക്കുന്നതിന് വിലക്കുകളുണ്ട്. അപ്പം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ജന്തുക്കളെ തന്നെ ആഹാരത്തിന് വേണ്ടി കൊല്ലുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കാണെങ്കിൽ കിബിലയ്ക്ക് തിരിച്ചു നിർത്തി ബിസ്മി ചൊല്ലി കഴുത്തറുത്തു. വളരെയേറെ മൂർച്ചയേറിയ കത്തി കൊണ്ട് സെക്കൻഡിൽ പകുതി സമയം കൊണ്ട് ഫുള്ള് കഴുത്ത് അറുത്ത് കളയണം. കൂടുതൽ 1 സെക്കൻഡൊക്കെ എടുക്കാൻ പാടുള്ളൂ. അത്രയും മൂർച്ചയുണ്ടാവണം കത്തിക്ക്. ഫുള്ള് അറുത്ത് ചോര കംപ്ലീറ്റ് വാർത്ത് കളയണം മുസ്ലിങ്ങൾക്ക്. ഇതേപോലെ തന്നെ ജൂതന്മാർക്കും അങ്ങനത്തെ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ അറക്കുന്ന സമയത്ത് ഈ ബ്ലഡ് മുഴുവൻ വാർത്തിക്കളയണം എന്നൊരു നിർബന്ധം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇരട്ടക്കുളമ്പുള്ളവയായിരിക്കണം, അയവിറക്കുന്നതായിരിക്കണം. അതാണ് പന്നി ജൂതന്മാർക്ക് കഴിക്കാൻ പാടില്ല. പന്നി മാംസം ജൂതന്മാർക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ ഇരട്ടക്കുളമ്പില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഒട്ടകത്തെയും കഴിക്കാൻ പാടില്ല. കാരണം ഒട്ടകത്തിന് ഒറ്റ കുളമ്പേ ഉള്ളൂ. അതുകൊണ്ട് ജൂതന്മാർക്ക് ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല. അയവിറക്കാത്തതിൻ്റെ പേരിൽ പന്നിയെയും കഴിക്കാൻ പാടില്ല. പന്നി, ഷെൽഫിഷ് എന്ന് പറയില്ലേ, അതേ നമ്മുടെ ഞണ്ട്,
കക്ക, ചെമ്മീൻ, കല്ലുമ്മക്കായ, ഇതൊക്കെ ഈ വിലക്കപ്പെട്ട ഭക്ഷണത്തിലുണ്ട് പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ പുൽച്ചാടി വെട്ടുകിളി ഒഴിച്ചിട്ടുള്ള ഷഡ്പദങ്ങൾക്ക് വിലക്കുണ്ട്. പിന്നെ മാംസവും പാലും ഒരുമിച്ച് കഴിക്കുന്നതിന് വിലക്കുള്ളത് കുസ്രത്തിൻ്റെ ഭാഗമാണ് അത് കേട്ടോ. കാരണം ലിക്വിഡ് ഫോർമേഷനിലുള്ള കാര്യങ്ങൾ കസ്രത്തിൻ്റെ ഭാഗമാണ്. പിന്നെ കുഞ്ഞിനെ അമ്മയുടെ പാലിൽ വേവിക്കരുത് എന്നൊരു ബൈബിൾ വചനമുണ്ട്. അപ്പോൾ അതാണ് പാലും മാംസവും ഒക്കെ ഒരുമിച്ച് കഴിക്കരുത് എന്നുള്ള ആ വിലക്കിന് പുറകിൽ കുഞ്ഞിനെ അമ്മയുടെ പാലിൽ വേവിക്കരുതെന്നുള്ള ബൈബിൾ വചനമുണ്ട് അതിൻ്റെ പുറകിൽ. പിന്നെ മീനും പാലും ഒരുമിച്ച് കഴിക്കുന്നതിന് വിലക്കില്ല കേട്ടോ. പിന്നെ മാംസം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പാല് വേവിക്കുന്ന പാത്രങ്ങൾ തിരിച്ച് മാംസം കൈകാര്യം ചെയ്യുന്നതിനോ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ യഹൂദരല്ലാത്തവർ നിർമ്മിച്ച മുന്തിരി ഉൽപ്പന്നങ്ങളും ഈ വിലക്കിൻ്റെ പരിധിയിൽ വരും. ഈ ഇറച്ചി ഉൽപ്പന്നങ്ങളും വരും കേട്ടോ. യഹൂദരല്ലാത്തവർ ഇറച്ചി യഹൂദർ കഴിക്കാൻ പാടില്ല. ഈ നിഷ്ഠകൾക്ക് പിന്നിലുള്ള യുക്തിയെ സംബന്ധിച്ച അന്വേഷണം അവയെ കേവലം ആരോഗ്യവും ശുചിത്വവുമായി ബന്ധപ്പെടുത്താറുണ്ട്. അപ്പോൾ മാംസം പാലും ഒരുമിച്ച് കഴിക്കുന്നതിനുള്ള വിലക്കിനെ ഇത്തരം യുക്തിയൊക്കെ ഉപയോഗിച്ച് ഇവർ ന്യായീകരിക്കാറുണ്ട്. എങ്കിലും നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടകത്തിൻ്റെ മുയലിൻ്റെ അതിൽ ഒട്ടകത്തിൻ്റെ ഒറ്റക്കുളമ്പാണ്. മുയലിൻ്റെ മാംസത്തിനുള്ള വിലക്കിനെ പറ്റിയൊന്നും ഒരു ഐഡിയ നിലവിലില്ല. എന്തുകൊണ്ടാണ് അവർ വിലക്കിയെന്നുള്ള കാര്യം ഐഡിയ ഇല്ല. കാരണം ബ്ലഡ് ഉണ്ട്, പിന്നെ കുളമ്പ്, ഇത് തോറയിൽ പറയാത്തതിൻ്റെ പേരിലായിരിക്കാം. മാത്രമല്ല ഈ നിയമങ്ങളൊക്കെ പിന്തുടരുന്ന സമയത്ത് യാഥാസ്ഥിതിക ജൂതരുണ്ടല്ലോ, ഈ യഹൂദർ കാണിക്കുന്ന അന്തിമ ന്യായം ഇത്രയേ ഉള്ളൂ, വേറെ എക്സ്പ്ലനേഷനൊന്നുമില്ല. ഒറ്റ ന്യായമുള്ളൂ, അത് ദൈവം പറഞ്ഞിട്ടാണ്. ദൈവം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു, കഴിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഇസ്ലാം മത വിശ്വാസികൾ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പന്നിയിറച്ചി ഹറാമാണെന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കും. സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഒരുപാട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പന്നിയിറച്ചിയുടെ കാര്യം ഇത്രേ ഉള്ളൂ. സൂറത്തുൽ ബഖറ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ്. അതിൽ ദൈവം പറഞ്ഞു കഴിക്കണ്ടെന്ന് പറഞ്ഞു, കഴിക്കുന്നില്ല. ദാറ്റ്സ് ഓൾ. ഇനിയുള്ളത് സുന്നത്താണ്. അതായത് മുസ്ലിങ്ങളാണ് സുന്നത്ത് എന്ന് പറയാം. ഇത് ലിംഗാഗ്രചർമ്മ ഛേദിക്കില്ലേ, അതിനെയാണ് സുന്നത്ത് എന്ന് പറയാം കേട്ടോ. പൂർവ്വപിതാവായി പറയപ്പെടുന്ന എബ്രഹാമുമായി യഹോവ സ്ഥാപിച്ച ഉടമ്പടി ചിഹ്നമായിട്ടാണ് ഈ യഹൂദർ അതായത് എബ്രഹാമും ദൈവം തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കർമ്മത്തെ കാണുന്നത്. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ പിറക്കുന്ന ആൺകുട്ടികളുടെ അത് യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന പുരുഷന്മാർക്കും ഈ ലിംഗാഗ്രചർമ്മത്തിൻ്റെ അനുഷ്ഠാനപരമായ ഒരു ഛേദിക്കലാണ് ഇതിൻ്റെ ആചാരം. അപ്പോൾ എബ്രഹാമിൻ്റെ 99ാമത്തെ വയസ്സിൽ ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലാണത് പറയുന്നത്. നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ചെയ്യണം, നിങ്ങൾ അഗ്രകർമ്മം ഛേദിക്കണം, ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദന ചെയ്യണം. പരിച്ഛേദന ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം, അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലാണിത് പറയുന്നത്. അബ്രഹാമിനോളം പഴക്കമുള്ള മതകർമ്മമായി ബൈബിൾ ചിത്രീകരിക്കുന്നുവെങ്കിലും യഹൂദ പൗരാണികതയിൽ ഈ ആചാരത്തിൻ്റെ തുടക്കവും വ്യാപ്തിയൊന്നും വലിയ വ്യക്തമൊന്നുമല്ല. അബ്രഹാമിന് ശേഷം ജീവിച്ചിരുന്നെങ്കിലും മോശെ പരിച്ഛേദന കർമ്മത്തിന് വിധേയനായില്ല എന്നുള്ളത് ബൈബിളിൽ തന്നെ സൂചനയുണ്ട്. കാരണം വേറെ ഒന്നായിരിക്കില്ല, മോശ വളർന്നത് ഈജിപ്തിൽ കൊട്ടാരത്തിലാണ് വളർന്നത്, അതിൻ്റെ പേരിലായിരിക്കാം ചെയ്യാഞ്ഞത്. കാരണം മോശ അങ്ങനെയാണല്ലോ വളർന്നത്. അപ്പോൾ ഒരിക്കൽ യഹോവ മോശയുടെ ജീവനെടുക്കാൻ ഒരുങ്ങിയതായും ഭാര്യ സിപ്പോറ അവരുടെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അതുകൊണ്ട് മോശയുടെ പാദം സ്പർശിച്ച് യഹോവയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതായും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പഴയ നിയമമായിരിക്കണം കേട്ടോ. അത് ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് മരുഭൂമിയിലൂടെയുള്ള പ്രയാണത്തിന് 40 വർഷക്കാലത്തിലടക്ക് ജനിച്ചവരും ശൈശവത്തിൽ അതായത് ഇത് കഴിയാത്തവർ, ലിംഗാഗ്രചർമ്മം ഛേദിക്കാത്തവർ പരിച്ഛേദന കർമ്മത്തിന് അലംഘനീയമായ ആചാരം എന്ന നില കൈവന്നത് BC 2ാം നൂറ്റാണ്ടിലെ മക്കബായ യുഗത്തിലാണെന്ന് കരുതുന്നവരുണ്ട്. ലൈംഗിക ശുചിത്വത്തിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലായി ആരംഭിച്ചിരിക്കാവുന്ന ഈ ഒരു അനുഷ്ഠാനം കാലക്രമേണ യഹൂദരുടെ അടയാളവും പിന്നെ യഹൂദ സത്വം മറച്ചു വെക്കുക എന്ന കാര്യം അസാധ്യമാക്കിയിട്ട് മതപരമായ ഒരു കൂറ് ഉറപ്പിക്കാനുള്ള വഴിയുമായി തീരുന്നുണ്ട്. അപ്പോൾ സുന്നത്ത് ചെയ്ത് ആളുകളെ മനസ്സിലാക്കുന്ന രീതി നമുക്കറിയാലോ. സുന്നത്ത് ചെയ്ത മുസ്ലിമാണെന്ന് പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കാരണം
അങ്ങനെ ഒരു ഉടമ്പടി, പിന്നീട് ആ ഒരു സത്വം മറക്കാതിരിക്കാനുള്ള വഴിയായിട്ടൊക്കെ ഇത് കാണുന്നവരുണ്ട്. യഹൂദ മതത്തിലെ ഒരേ ഒരു കൂദാശ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു അനുഷ്ഠാനം ആൺകുട്ടിയുടെ ജനനത്തിൻ്റെ 8ാം ദിനം ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ ആഘോഷമായിട്ടാണ് നടത്താറ്. അപ്പോൾ കുട്ടിയുടെ നാമകരണത്തിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു കാര്യമായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ജൂത പള്ളികളെ കുറിച്ചിട്ടാണ്. യഹൂദരുടെ ആരാധനാലയങ്ങൾ പുറമെ മതബോധനത്തിൻ്റെയും കൂടി കേന്ദ്രങ്ങളാണത്. വെറും ഒരു ആരാധനാലയം മാത്രമല്ല, അതൊരു മതബോധനത്തിൻ്റെ അതായത് ഇതാകുവാന്ന് പറയും. അതായത് ക്രിസ്ത്യൻസ് എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ ആരാധന വേറെ, ആരാധന നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. മതബോധനം എന്ന് പറഞ്ഞാൽ വേറെ. പിന്നെ ഇതൊരു മദ്രസയും കൂടി ഉണ്ടാവും. മദ്രസ ഞാൻ നമ്മുടെ മുസ്ലിങ്ങളെ ഭാഷയിലാണ് കേട്ടോ പറയുന്നത്. അതായത് ഇവിടെയാണെങ്കിൽ ഞാൻ നിങ്ങളെ മാളപ്പള്ളിയല്ല, ചേന്നമംഗലം പള്ളി കാണിച്ചപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു. ആ ഒരു സ്പോട്ട് ബൈബിൾ മറ്റേ തോറ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ എന്താ പറയുക, ഒരു ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു കേന്ദ്രം എന്ന നിലയിലൊക്കെ വളരെ പ്രധാനമുള്ള സ്ഥാപനങ്ങളാണ് സിനഗോഗുകൾ, അതായത് ജൂതപ്പള്ളികൾ. നീതിന്യായ കോടതികളുടെയും നഗരസഭകളുടെയും ചുമതലകളും യഹൂദ സമൂഹങ്ങളിൽ ചിലപ്പോൾ ഈ സിനഗോഗുകൾ നിർവഹിക്കാറുണ്ട്. അപ്പോൾ യാഥാസ്ഥിതിക ജൂതർ ഇവയെ പരാമർശിക്കുന്നത് യൂറോപ്യൻ യഹൂദയിൽ പ്രചാരമുള്ള ഇദിഷ് ഭാഷയിലെ ഷൂൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അമേരിക്കയിലെ യഹൂദർ ഈ സ്ഥാപനങ്ങളെ ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ് എന്നും വിളിക്കാറുണ്ട്. ഒരു സിനഗോഗിലെ അംഗബലം പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് പ്രായപൂർത്തിയായ 10 പുരുഷന്മാരെങ്കിലും വേണം. ഇതിൽ കുറഞ്ഞ ആളെണ്ണത്തിൽ എന്താ പറയുക, സാമൂഹിക ആരാധന അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പം മിനിയ എന്നാണ് അതിനെ പറയാം. ഈ 10 പേര് പ്രായപൂർത്തിയായ പുരുഷന്മാരുടെ 10 പേര് ചേർന്ന സംഘത്തെ മിനിയ എന്നാണ് പറയുക. അപ്പോൾ ഈ മിനിയാന്നില്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണത്. കാരണം നടത്താൻ പാടില്ല, അത് മതപരമായിട്ട് വിലക്കുള്ള കാര്യമാണ്. പുരോഹിതഗണത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള പ്രാർത്ഥന, പഠനം, ഉദ്ബോധനം എന്നിവയെ ദൈവത്തെ സേവിക്കാനുള്ള മാർഗങ്ങളാക്കിയ പുത്തൻ യഹൂദയെ സൂചിപ്പിച്ച വിപ്ലവകരമായ സംഭവമായിരുന്നു സിനഗോഗുകളുടെ ആവിർഭാവം. എങ്കിലും യഹൂദ ധാർമ്മികതയിലെയും സാമൂഹിക ജീവിതത്തിലെയും കേന്ദ്ര സ്ഥാപനങ്ങൾ എന്ന നിലയിൽ സിനഗോഗുകളുടെ ചരിത്രപരമായ തുടക്കം ഒന്നും വ്യക്തമല്ല. അപ്പോൾ ശരിക്കും സിനഗോഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, കാരണം ഇവർ ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരാണല്ലോ. യെരുശലേമിലെ ദേവാലയത്തിന് കൽപ്പിക്കപ്പെട്ടിരുന്ന അതുല്യ സ്ഥാനം പരിഗണിക്കുമ്പോൾ ആരാധനയ്ക്കായിട്ട് യെരുശലേമിലെത്താൻ നിവൃത്തിയില്ലാതിരുന്ന പ്രാചീന കാലത്തെ ജൂത പ്രവാസികൾക്കിടയിലും തുടർന്ന് AD 70 യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിന് ശേഷം പലസ്തീനിൽ തന്നെയും സിനഗോഗുകൾ രൂപപ്പെട്ടിരിക്കാൻ ഒക്കെ കരുതുന്നവരുണ്ട്. എന്നാൽ യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിന് മുമ്പ് തന്നെ പലസ്തീനിൽ സിനഗോഗുകൾ നിലവിൽ വന്നിരുന്നു എന്നത് ഈ ഒരു അനുമാനത്തെ ദുർബലമാക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണമാണ് ഇതിൽ വന്നിരുന്നത്. അതായത് യെരുശലേം ദേവാലയത്തിന് ഒരു കൽപ്പിക്കപ്പെടുന്ന അതുല്യമായ സ്ഥാനമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ ആരാധനയ്ക്കായി യെരുശലേമിൽ എത്താൻ നിവൃത്തിയില്ലാതിരുന്ന പ്രാചീന കാലത്തെ ജൂതപ്രവാസികൾക്കിടയിലും തുടർന്ന് AD 70 യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിന് ശേഷം പലസ്തീനിൽ തന്നെയും സിനഗോഗുകൾ രൂപപ്പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത്. എന്നാലോ യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിന് മുമ്പ് തന്നെ പലസ്തീനിൽ സിനഗോഗുകൾ ഉണ്ടായതായിട്ട് തെളിവുകളുണ്ട്. അതിപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദ മതത്തിൻ്റെ കേന്ദ്ര സ്ഥാപനമായിട്ട് സിനഗോഗുകൾ അംഗീകരിക്കപ്പെടുമ്പോഴും അവ മോശയോളം പൗരാണികതയുള്ളതായി സങ്കല്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം മോശയുടെ കാലത്ത് സിനഗോഗുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. യഹൂദ ചരിത്രത്തിലെ ഒരു യുഗത്തെയും എന്താ പറയുക, ഇതൊക്കെ ഒഴിവാക്കി സങ്കല്പിക്കുക ഒരു സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം മോശയുടെ കാലത്ത് സിനഗോഗ് ഉണ്ടായിരുന്നതായിട്ട് യാതൊരു തെളിവില്ല. അതിനുശേഷമാണ് വന്നിരുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥനയൊക്കെ അർപ്പിച്ചിരുന്നത് യെരുശലേമിലാണ് പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ചിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എത്താൻ പറ്റാത്തൊരു സ്ഥലങ്ങളിൽ മാത്രമേ, ഇപ്പോൾ ആരോഗ്യപരമായിട്ടും പിന്നെ കുറച്ച് ദൂരം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയാണ് വേറെ സ്ഥലങ്ങളിൽ സിനഗോഗുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. എന്നാലും മോശയുടെ കാലത്ത് ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ രണ്ട് മാനങ്ങളാണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളൊരു 2-3 മിനിറ്റ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ അല്ല പറയാൻ പോകുന്നത്. കാരണം താൽമൂദിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. താൽമൂദ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കുറച്ച് സ്കിപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. എബ്രായ ബൈബിൾ കൂടാതെ ഒരുപാട് രചനകളും അല്ലെങ്കിൽ ഒരുപാട് കൃതികളുണ്ടായിരുന്നു. എങ്കിലും അന്തിമ ഒരു സൊല്യൂഷനായിട്ട് സ്വീകരിക്കപ്പെട്ടത് എബ്രായ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ്.
അപ്പോൾ ഇതു കൂടാതെ എബ്രായ ആ ഒരു ലാംഗ്വേജ് കൂടാതെ പുരാതന ഗ്രീക്കിലും ഒരുപാട് ഇങ്ങനത്തെ പരിഭാഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ മൂലഭാഷയായിട്ട് എബ്രായ എല്ലാം എന്ന കാരണത്താൽ ബാക്കിയെല്ലാം തള്ളപ്പെടുകയാണ് ചെയ്തത്. പൊതുവർഷം 90-നടുത്ത് മധ്യധരണി തീരത്തെ യാമ്നിയിൽ ചേർന്ന യഹൂദ എന്താ പറയുക വേദ പണ്ഡിതന്മാരുടെ സമ്മേളനത്തിലാണ് ഈ ഒരു അന്തിമ സഞ്ചയനം തീരുമാനിക്കപ്പെടുന്നത്. കാരണം സഞ്ചയം തീരുമാനിക്കപ്പെടുമെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഇനിയെങ്കിലും ഒത്തുനിന്നില്ലെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോഴാണ് അവർ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് എബ്രായ ബൈബിളിനെ മാത്രം അംഗീകരിച്ചുകൊണ്ടും ഗ്രീക്ക് ബൈബിളിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടും അല്ലെങ്കിൽ ഗ്രീക്ക് കൃതികളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടും മൊത്തത്തിൽ അവർ പുറന്തള്ളിയാണ്, ബാക്കിയുള്ളതിനെ പുറന്തള്ളുന്നത്. കാരണം കൂട്ടിച്ചേർക്കലുകൾ വന്നു എന്നും പറഞ്ഞ് പുറന്തള്ളിയാണ്. ഈ ഭാഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായില്ലെങ്കിലും ഒരു മതഗ്രന്ഥം എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ വൈവിധ്യമാർന്ന ചിന്താധാരകളോട് കൂടിയ ഈ ഒരു സഹിഷ്ണുത ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രകടമാണ്. അപ്പോൾ അസ്തിത്വത്തിൻ്റെ ദുരൂഹമായിട്ടുള്ളൊരു സമസ്യയാണത്. അപ്പോൾ ദൈവനീതിയെയും കുറിച്ച് അമ്പരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഇയ്യോബിൻ്റെ പുസ്തകമുണ്ട്. ജീവിതത്തിന് മടുപ്പിക്കുന്ന ഒരു അർത്ഥരാഹിത്യത്തെക്കുറിച്ച് പരാതി പറയുന്ന സഭാപ്രസംഗിയുണ്ട്. രതിസ്മൃതി ഉണർത്തുന്ന ബിംബങ്ങൾ നിറഞ്ഞ പ്രേമഗാനം നിറഞ്ഞ ഉത്തമ ഗീതങ്ങൾ നിറഞ്ഞ ഒരു മറ്റേ സോളമൻ്റെ ഒരു എന്താ പറയുക ഉത്തമഗീതം എബ്രായ ബൈബിള് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ എബ്രായ ബൈബിൾ ലിഖിത രൂപത്തിൻ്റെ പുരാതന പാഠങ്ങൾ എന്താ പറയുക മധ്യയുഗത്തിലെ മസോറാട്ടുകൾ ഈ പാഠത്തെ സ്വരങ്ങളുടെയും ഉച്ചാരണത്തിലെ ബലഭേദങ്ങൾ ആക്സെൻറ്റുകളുണ്ടല്ലോ, പിന്നെ ചിഹ്നങ്ങൾ, ഇതൊക്കെ പിന്നെ മാർജിൻ നോട്ട് ഇതൊക്കെ ചേർത്തിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലക്രമേണ വ്യാപകമായ സ്വീകാര്യത നേടിയ ഈ മസോറോട്ടിക് പാഠമാണ് എബ്രായ ബൈബിളിൻ്റെ ആധികാരിക പാഠമായിട്ട് ഇന്നും കരുതപ്പെടുന്നത്. പ്രധാന ലേഖനം എന്നുള്ളത് താൽമൂദാണ്. പ്രധാന ലേഖനം അതായത് പബ്ലിക്ക താൽമൂദ് വാല്യങ്ങളുടെ ഒരു മുഴു ശേഖരമാണ്. എന്താ പറയുക പിൽക്കാലത്ത് മുഖ്യധാരയായി മാറിയ റാബൈനിക യഹൂദ ദൈവദത്തമായ അലിഖിത നിയമങ്ങളുടെയും അവയുടെ വ്യാഖ്യാനങ്ങളുടെ രേഖ എന്ന നിലയിൽ തന്നെ പിൽക്കാല രചനയായിട്ട് മാറുന്നുണ്ട് ഈ താൽമൂദ്. അവർ തോറയ്ക്കൊപ്പം തന്നെയാണ് അവരത് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങളുള്ള സെമറ്റിക് ഒരു എന്താ പറയുക സെമറ്റിക് വാക്കായ ഇതാണ് താൽമൂദ് എന്ന് പറയുന്നത്. ഒരു വേർഡ് എന്ന് പറയില്ല നമ്മൾ, ആ വേർഡാണ് താൽമൂദ്. അപ്പോൾ ഈ എബ്രായ ഭാഷയിലാണെങ്കിൽ പ്രബോധനം, പഠനം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ യഹൂദ നിയമത്തെയും സന്മാർഗശാസ്ത്രത്തെയും ദർശനത്തെയും ചരിത്രത്തെയും സംബന്ധിച്ച റാബിനിക സംവാദങ്ങളുടെ രേഖ എന്ന നിലയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ താൽമൂദിന് 2 ഭാഗങ്ങളാണുള്ളത്. പൊതുവർഷ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി രൂപപ്പെട്ട ആദ്യ ഭാഗമായ മിഷ്ന യഹൂദരുടെ വാചക നിയമങ്ങളുടെ ആദ്യ ലിഖിത രൂപമാണ്. അപ്പോൾ 5-ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി ഉരുത്തിരിഞ്ഞ 2-ാം ഭാഗമായ ഗമാറ ആദ്യ ഭാഗത്തിൻ്റെ ഒരു വിശദീകരണമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു വിശദീകരണ കുറിപ്പും കൂടിയാണത്. അപ്പോൾ താൽമൂദ്, ഗമാറ എന്നീ പദങ്ങൾ ഒന്നിന് പകരം മറ്റൊന്നായും ഉപയോഗിക്കാറുണ്ട്. അതായത് താൽമൂദിൻ്റെ തന്നെ ഗമാറ എന്നും ഗമാറിനെ താൽമൂദ് എന്നും പറയാറുണ്ട്. കാരണം താൽമൂദിൻ്റെ ഒരു വിശദമായ ഒരു എക്സ്പ്ലനേഷനാണ് ഗമാറ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പേര് അങ്ങോട്ട് മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ താൽമൂദ് എന്ന പദം പലപ്പോഴും ഗമാറയുടെ മാത്രം പേരായി ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ നിലപാടിൽ മിഷ്ന താൽമൂദിൻ്റെ വിഷയവും ഗമാറ മാത്രം താൽമൂദും ആയി മാറുകയാണ്. അപ്പോൾ മിഷ്ന താൽമൂദിൻ്റെ മാത്രം വിഷയമാവാണ്, ഗമാറ താൽമൂദും മാത്രമാവാണ്. അപ്പോൾ മിഷ്നയുടെ സൃഷ്ടാക്കളായ മനീഷികൾ തന്നായിമാരെന്നും ഇപ്പോൾ ഗമാറയുമായി ബന്ധപ്പെട്ട വേദജ്ഞാനികൾ അമോറമാരെന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മിഷ്ന എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്, ഗമാറകൾ അരാമയ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഇത് വേദശാസ്ത്ര പണ്ഡിതരെന്ന് പറയില്ല. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ വിവിധ വിചാരധാരകളില്ലേ. ഇപ്പോൾ ഒരു കൂട്ടർ ദൈവത്തെ ഒരു രീതിയിൽ എന്താ പറയുക വിവരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ജൂതന്മാർക്കിടയിലുണ്ട്. അപ്പോൾ ജൂതന്മാർ ഒരു കോട്ട് 2 അർത്ഥത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇപ്പോൾ ഒരു ദൈവിക വചനം 2 അർത്ഥത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇപ്പോൾ ഒരാൾക്ക് ഭഗവത്ഗീത മൊത്തം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അതറിയാം. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വായിച്ചാലും അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് ആരാവശ്യമുണ്ട്? നല്ല അറിവുള്ള ഒരു വേദ പണ്ഡിതന് ആവശ്യമുണ്ട്. അപ്പോൾ ആ വേദപണ്ഡിതന്മാരുടെ കാര്യമാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ മിഷ്നയുടെ സൃഷ്ടാക്കൾ മനീഷകൾ തനായിമാരെന്നും ഗമാറയുമായി ബന്ധപ്പെട്ട വേദജ്ഞാനികൾ അമോറമാരെന്നും അറിയപ്പെടുന്നു. അപ്പോൾ രണ്ട് ഘടകങ്ങളൊന്നും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ
ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ താൽമൂദ് 2 സമാന്തര സഞ്ചയങ്ങളിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. ഇവയിൽ ഹ്രസ്വവും കൂടുതൽ പുരാതനവുമായത് പലസ്തീനിൽ രൂപപ്പെട്ട യെരുശാൽമി താൽമൂദാണ്. പിന്നെ മെസോപ്പൊട്ടേമിയയിൽ പിന്നീട് രൂപപ്പെട്ട ബാബ്ലി താൽമൂദ്. അപ്പോൾ യെരുസലേം താൽമൂദിനേക്കാൾ വലിപ്പം കൂടിയതാണ് ഇരു സഞ്ചയങ്ങളുടെയും മിഷ്ന ഖണ്ഡം. ഇപ്പം ഇവക്കൊന്നായതിന് അവയുടെ വ്യത്യസ്ത ഇത് ഗമാറ ഖണ്ഡത്തിലാണ്. ബാബ്ലി താൽമൂദിൻ്റെ ഗമാറക്ക് മിഷ്നായുടെ 11 ഇരട്ടി വലിപ്പമുള്ളതാണ് ബാബ്ലി താൽമൂദിന്. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോറയൊക്കെ ഒരു ചെറിയ ബുക്കായിട്ട് കൊണ്ടു നടക്കുന്നതൊക്കെ കുറവാണ്. തോറ പ്രത്യേകിച്ച് തോറയ്ക്കുള്ളൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ചുരുളുകളായിട്ടാണ് സൂക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾ യുദ്ധം നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഇസ്രായേൽ സൈനികർ ഒരു വലിയൊരു പേടകം തോളിലേറ്റ് ഡാൻസ് ചെയ്ത്, അത് ശരിക്കും തോറ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. എന്താ പറയുക, പൗരോഹിത്യത്തിന് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതും കൂടിയാണ് വായിക്കപ്പെടുക. പിന്നെ വളരെ ചെറുതുള്ളത് തോറയുടെ സംഗ്രഹം എന്ന് പറയില്ലേ, നമ്മൾ വലിയൊരു കാര്യം സംഗ്രഹിച്ച് എഴുതാമെന്ന് പറയില്ലേ, അപ്പോൾ അത്രയും ചെറുത് ആണ് നമ്മുടെ ചില ആളുകൾ എങ്കിലും കൊണ്ടുനടക്കുന്ന വളരെ ചെറിയ പുസ്തകം കാണുന്നത്. ഇനി വിശ്വാസങ്ങൾ, അതിനു മുമ്പ് വിശേഷമൊന്നും ചേർക്കാതെ താൽമൂദ് എന്ന് മാത്രം പറഞ്ഞാൽ ബാബിലോണിയൻ താൽമൂദാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലസ്തീനിലുണ്ട്, ബാബിലോണിലുണ്ട്, അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷേ ഇതിൽ വ്യത്യസ്തമാവുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ലോ സുന്നി ഒരു വിശ്വാസധാരയുണ്ട്, ഷിയ വിശ്വാസധാരയുണ്ട്, പക്ഷേ ഖുർആൻ ഒന്നാണ്. പക്ഷെ ഇവിടെ വിശ്വാസധാരകൾ മൂന്നും രണ്ടൊക്കെ ഉണ്ടെങ്കിലും ഇതിന് 3 പേർക്ക് 3 എക്സ്പ്ലനേഷനാണ് താൽമൂദിൽ കൊടുത്തിരിക്കുന്നത്. മൂന്ന് പേരുടെ 3 എക്സ്പ്ലനേഷനാണ്. പക്ഷേ താൽമൂദ് ഒന്നാണ്. പക്ഷെ ഒരു വിശേഷണം ചേർക്കാതെ താൽമൂദ് എന്ന് മാത്രം പറഞ്ഞാൽ അത് ബാബിലോണിയൻ താൽമൂദാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പോൾ അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് അബ്രഹാം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.